സാർ, ഈ മുൻജന്മത്തിൽ നമ്മൾ എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് നാടി നോക്കി അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള ഒരു കാര്യം എന്താണ്? നമ്മളിപ്പോൾ നാടി നോക്കാൻ ഒരാൾ വരുമ്പോൾ ആ വന്നിരിക്കുന്ന ആൾ അയാളുടെ വിഷമതകളാണ് പറയുന്നത് ആദ്യം. അപ്പോൾ ഈ വിഷമതകളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അതിൽ ചോദിക്കുമ്പോൾ ഈ എന്തെല്ലാം ചെയ്തിട്ടും അയാൾക്ക് പരിഹാരം കിട്ടാതെ വരുമ്പോഴാണല്ലോ അയാൾ നാടിയെ ചോദിച്ചുകൊണ്ട് വരുന്നത്. അപ്പം നാടിയിൽ പൂർവ്വജന്മത്തിൽ ഒരു കഥ പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഒരു പൂർവ്വജന്മമുണ്ട്. അത് താങ്കൾക്കും എനിക്കും എല്ലാവർക്കും ഉള്ള അതാണ് ആ പൂർവ്വജന്മം. പക്ഷേ ഈ പൂർവ്വജന്മത്തിൽ ഞാൻ ആരായിരുന്നു, ഞാൻ എവിടെയാണ് ജനിച്ചത്, ഞാൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ഗ്രന്ഥമാണ് നാഡി എന്ന് പറയുന്നത്. അപ്പോൾ ആ നാഡിയിൽ കൂടെ നമുക്ക് വായിച്ചെടുക്കുമ്പോൾ നമുക്ക് പല പല കാര്യങ്ങൾ നമുക്ക് കിട്ടും. അയാൾ ജനിച്ച സ്ഥലത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ആ ജനിച്ച സ്ഥലത്ത് അയാൾ ചെന്ന് പെടുമ്പോൾ, അല്ലെങ്കിൽ അയാൾ അത് അന്വേഷിച്ച് അവിടെ ചെന്ന് എത്തുമ്പോഴാണ് അയാൾ ആ ജനിച്ച സ്ഥലത്തിൽ ഞാൻ ഇവിടെ ജീവിച്ചിരുന്നതാണെന്നുള്ള ബോധം ഉണ്ടാകുന്നത്. താൻ ചെയ്തിരിക്കുന്ന കർമ്മബോധവും അല്ലെങ്കിൽ തെറ്റുകളും അയാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾ അവിടെ നിന്ന് തുടങ്ങുകയാണ് അയാളുടെ നന്മകൾ. അതല്ല നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു, ഈ നാഡിയിൽ എല്ലാ വസ്തുക്കളും നമുക്ക് ലഭിക്കണം, എല്ലാ വിഷയങ്ങളും കിട്ടാവുന്ന ഒരു ഗ്രന്ഥമാണ് നാഡി. അതിപ്പോൾ മനുഷ്യൻ്റെ മുൻജന്മം മാത്രമല്ല, ഈ ലോകത്തെ എന്താണ് നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് വരാൻ പോകുന്നതെന്ന് വിപത്തുകളെക്കുറിച്ച് പോലും അതിനകത്ത് വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ നാഡിയിൽ അറിയണമെങ്കിൽ ചോദ്യം ഉണ്ടാവണം. ആ ആൾ നേരിട്ട് വന്നിരുന്ന് ആ ചോദ്യകർത്താവ് നേരിട്ടിരിക്കുമ്പോഴാണ് മഹർഷി അത് പറഞ്ഞ് നമുക്ക് തന്ന് നമ്മളുടെ വിഷയങ്ങളെല്ലാം മാറ്റുന്നത്.